സദ്യയിലെ പ്രധാനപ്പെട്ട കറികളിലൊന്നായിട്ടുള്ള വെള്ളരിക്ക പച്ചടിയുടെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. ഇപ്പോൾ വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് ഈ കറി റെഡിയാക്കാൻ നോക്കാം. നമുക്ക് അതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. ഇത് റെഡിയാക്കാനായിട്ട് ഞാൻ ഒരു മീഡിയം സൈസിലുള്ള വെള്ളരിക്ക അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് സീഡെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും 1 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് നന്നായി മിക്സ് ആക്കിയിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. ആ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്കുള്ള തേങ്ങാരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 1 കപ്പ് തേങ്ങ ചിരവിയതും 8 ചുവന്നുള്ളിയും 1 ടീസ്പൂൺ നല്ല ജീരകവും 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകും കൂടെ ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ അതൊരു 10 മിനിറ്റ് കൊണ്ട് നമ്മളെ വെള്ളരിക്ക അവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഈ ഒരു അരപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. ആ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്കുള്ള തൈര് ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. ഞാനിതുപോലെ കട്ട തൈരാണ് എടുത്തിട്ടുള്ളത്. 400 ഗ്രാം തൈര് എടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല സ്മൂത്തായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ആ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഈ ഒരു കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ തൈരും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കേണ്ട ഒരു പണി മാത്രമാണ് ബാക്കിയുള്ളൂ കേട്ടോ. താളിച്ചൊഴിക്കാനായിട്ട് ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടി വന്ന ശേഷം നമുക്കൊരു 3 വറ്റൽമുളക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് കറിയുടെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിട്ടത്. ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു കറി റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്